വയനാട് വീണ്ടും മണ്ണിടിച്ചിലും ദുരന്തവും വന്നിരിക്കുകയാണ്. അവിടെ തുരങ്കപ്പാത നിർമ്മിക്കുന്നതിൻ്റെ നേരെ മേലെ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായി അവിടെയുള്ള കുറേ കുടുംബങ്ങൾ ഉന്നതികളിലുള്ള, അതായത് പാവപ്പെട്ട ആദിവാസികൾ താമസിക്കുന്ന ഈ മണ്ണിടിഞ്ഞ് വന്ന ഉരുൾപൊട്ടലുണ്ടായ അതിൻ്റെ തൊട്ട് മേലെയുള്ള താമസക്കാരെ ഉൾപ്പെടെ അവിടെ പോളിടെക്നിക്കിലേക്ക് മാറ്റുകയുണ്ട്. ഞങ്ങളവിടെ പോയപ്പോൾ അവരന്ന് പറഞ്ഞത് വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയാണ് ഇവിടെ. ഞങ്ങൾ ഉടുത്ത മുണ്ടുമായിട്ട്, ഷർട്ടുമായിട്ട്, സാരിയായിട്ട്, വസ്ത്രവുമായിട്ടാണ് വന്നത്. ഭക്ഷണം കിട്ടുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്, മറ്റൊന്നും തന്നെ ഒരു മാറ്റാനുള്ള സാധനം പോലും ഞങ്ങളുടെ കയ്യിലില്ല. ഇതൊന്നും തരാൻ തയ്യാറാവുന്നില്ല എന്ന അമർഷമാണ് അവർ രേഖപ്പെടുത്തിയത്. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് ഇതുപോലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റപ്പെട്ട, പ്രത്യേകിച്ചും മലയോര മേഖലയിലെ ആദിവാസികൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾക്ക് അവിടെ പ്രാഥമികമായ ആവശ്യത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. അവിടെ ഒരു വിലാപമാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത ഒരു സംഭവമാണ്. അടിയന്തരമായും അവർക്കാവശ്യമായ ജീവിതത്തിന് വേണ്ടി വരുന്ന എല്ലാ സാധന സാമഗ്രികളും അടിയന്തരമായി എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കണം എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പത്രസമ്മേളനത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവും ഞങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയെല്ലാം പരിശോധിച്ച് ആവശ്യമായ ക്ലിയറൻസോടുകൂടി തുരങ്കപ്പാത നിർമ്മാണം പുനരാരംഭിക്കണം. എല്ലാ കരുതലോടും കൂടിയാണ് അത് വേണ്ടത്. ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ വളരെ വ്യക്തമാണ്. 10-24 ദിവസം മുമ്പ് തന്നെ ഈ പരിസ്ഥിതി ആഘാതം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും വെച്ചുകൊണ്ട് പരിശോധിച്ച് അവിടെയുള്ള കൂട്ടിയിട്ട മണ്ണുൾപ്പെടെ മാറ്റണം എന്ന് ജില്ലാ അതോറിറ്റി പറഞ്ഞിട്ടും അത് മാറ്റിക്കാനോ സാധിക്കാത്ത സാഹചര്യം കൂടി ഈ ദുരന്തത്തെ കൂടുതൽ സങ്കീർണതയിലേക്ക് നയിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. മല ഇടിഞ്ഞു വന്നു എന്നുള്ളതാണ് ശരിയെങ്കിലും അതിൻ്റെ ഭാഗമായിട്ട് കൂട്ടിയിട്ട മണ്ണ്, അതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ഞാൻ നേരെ പോയി കണ്ടതാണ്. അതിൻ്റെ വലതുഭാഗത്ത് കൂട്ടിയിട്ട മണ്ണ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം മണ്ണും അതുപോലെ തന്നെ മല ഇടിഞ്ഞു വന്ന മണ്ണും വെള്ളവും എല്ലാം കൂടി ചേർന്നാണ് ഈ ദുരന്തം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഇനിയും 2 പേരെ കണ്ടെത്താനുണ്ട്. ബാക്കിയുള്ളവരെ 6 പേരെയാണ് ഇപ്പോൾ കണ്ടെത്തിയത്. ഞങ്ങൾ പോകുന്ന ദിവസം 3 പേരെയായിരുന്നു കണ്ടെത്തിയിരുന്നത്. അന്നത്തെ ദിവസം തന്നെ 2 പേരെ കൂടി കണ്ടെത്തി. ഇനിയുള്ളവരെ കൂടി കണ്ടെത്തി അടിയന്തരമായും അവിടെ ഈ ഭീതി അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ദുരിതാശ്വാസ പ്രവർത്തനം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയിലേക്ക് ഗവൺമെൻറ് മാറണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുക.